ഇതൊരു ആഫ്റ്റർ എഫക്ട്സ് ട്യൂട്ടോറിയലാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ CC Bendit എന്ന് പറഞ്ഞ ടൂള് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ഞാൻ അതിന് വേണ്ടി ഒരു കമ്പോസിഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഗൈസ്. എല്ലാം സെപ്പറേറ്റ് ലെയറിലാണ് ക്രിയേറ്റ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുകയാണ് ഗൈസ്. അത് സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് ഇതിനകത്തൊരു എഫക്റ്റ് ഡ്രോപ്പ് ചെയ്യണം. ഞാനിവിടെ എഫക്ട്സ് കൺസോൾ ഇൻസ്റ്റാൾ ചെയ്ത കാരണമാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ നിങ്ങൾ എഫക്ട്സ് പാനലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിടാം. ഞാനിവിടെ CC Bendit എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ടോപ്പിലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ബെൻഡ് സ്റ്റാർട്ട് എൻഡ് എന്നും പറഞ്ഞു. നമുക്ക് എൻഡ് എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞതും നമുക്ക് ഇതിൻ്റെ ആങ്കർ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് തന്നെ സ്റ്റാർട്ട് എടുക്കാം, ഇവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ എൻഡ് എന്നുള്ളത് ഏറ്റവും ടോപ്പിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ബെൻഡിൻ്റെ അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കാം. നമുക്ക് പ്ലേറ്റ് കുറച്ചും കൂടി നീക്കി വെക്കാം. നമുക്ക് ചെറിയൊരു അനിമേഷൻ കൊടുക്കാം. വീണ്ടും നീക്കി വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ആയി കൊടുക്കാം. ഇപ്പം നിങ്ങൾക്കൊരു അനിമേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്യുക കീബോർഡിൽ. നമുക്കിതെല്ലാം സെലക്ട് ചെയ്യാം. എന്നിട്ട് F9 ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ടൈമറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അത് ആൾട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു എക്സ്പ്രഷൻ കൊടുക്കണം. നമുക്ക് ലോക്ക് ഔട്ട് എന്ന് കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. എന്നിട്ട് പിങ്കോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലൂപ്പായിട്ട് പ്ലേ ചെയ്യണ കാണാൻ സാധിക്കും. ഈ സെയിം മെത്തേഡാണ് നമുക്ക് പ്ലാന്റ് അനിമേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണത്.